ഹലോ ചിൽഡ്രൻ, നമുക്ക് ഇന്ന് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഒരു വ്യത്യസ്തമായ ഒരു വേർഷൻ ഒന്ന് കാണാം. അതിലെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് വ്യൂ പോയിന്റ് എന്നാണ്. ഒന്ന് ലോന്റെ വ്യൂ പോയിന്റ്, മൈസെൽഫ് ശോഭ ടോക്കിംഗ് ഓൺ ദ ടോപ്പിക്, ആൻഡ് ദി അതർ പാർട്ട് വിച്ച് വിൽ ബി ഹാൻഡിൽഡ് ബൈ our beloved Sreekanth sir, who will be having a viewpoint from accounts. So ഈ രണ്ടിന്റെയും ഒരു ക്ലബ്ഡ് വേർഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. So to begin with, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? സോ ഇതിന്റെ പേര് എങ്ങനെയാ വെച്ചാൽ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932. ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഇത് എപ്പോഴാണ് വന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st October 1932. അപ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റിന്റെ അകത്ത് നമ്മൾ ആരൊക്കെയാ വരുന്നത്, എങ്ങനെയാണ് ഇത് വന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ രണ്ടിൽ കൂടുതൽ ആൾക്കാരോ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇവരുടെ ഐഡിയ എന്താണ്? ആ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരിക, എന്നിട്ട് അതിൽ നിന്നും വരുന്ന ലാഭം എന്താണ്, അത് ഈതർ ഈക്വലി ഷെയർ ചെയ്യും, അതല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അകത്ത് എങ്ങനെയാണോ ഇത് ഷെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ടോ ആ രീതിയിൽ അത് ഷെയർ ചെയ്ത് പോകും. ഓക്കെ, സോ ഇതാണ് ഇവരുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ രണ്ടിൽ കൂടുതൽ ആൾക്കാർ വന്ന് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് വേണ്ടേ? യെസ്, ആ ഒരു അഗ്രിമെന്റിന്റെ പേരാണ് എന്ത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ മെയിൻ കണ്ടന്റ്സ് എന്തൊക്കെയാ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഒബ്വിയസ്ലി എന്താ, നെയിം ഓഫ് ദ ബിസിനസ് അല്ലെ, എന്താണ് പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസിന്റെ പേര്, ആ പേര് എന്താന്നുള്ള കാര്യം നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തി കൊടുക്കും. ഓക്കെ, ഈ പേരിന്റെ കാര്യം അവിടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് എന്ത്, അഡ്രസ്. ഈ സ്ഥാപനം എവിടെയാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ അഡ്രസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് എവിടെയാന്നുള്ള കാര്യം നമ്മൾ കണ്ടന്റ് എല്ലാം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യും. ഇതെല്ലാം നമ്മൾ എവിടെയാ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? യെസ്, നമ്മൾ എവിടെയാ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? എല്ലാം ഒരു സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. സോ എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു കോൺസെപ്റ്റാ എന്താ, സ്റ്റാമ്പ് പേപ്പർ അല്ലെ. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ കാണുന്ന ഒരു സാധനം അല്ലെ, അതെന്താണ്, അത് നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുക. അതേപോലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എവിടെ എഴുതി പിടിപ്പിക്കുക? A4 പേപ്പറിലോ അല്ലെങ്കിൽ നമ്മളൊരു നോട്ട്ബുക്കിലോ ഒന്നുമല്ല. നമ്മൾ എവിടെ എഴുതി പിടിപ്പിക്കുന്നത്? യെസ്, വി വിൽ ഡ്രാഫ്റ്റ് എവറിത്തിങ് വെയർ ഓൺ എ സ്റ്റാമ്പ് പേപ്പർ. അപ്പൊ എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നമുക്ക് വേണ്ടത്? യെസ്, 5000 rupeesന്റെ സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു കോൺസെപ്റ്റ് പ്രകാരം ഈ പറയുന്ന പാർട്ട്ണർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ വേർഷൻ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഓൺലൈൻ വഴിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, എന്താണ് നെയിം ഓഫ് ദ പാർട്ട്ണർഷിപ്പ് എന്താന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എവിടെയാണ് അഡ്രസ് എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്തു. മൂന്നാമത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഇസ് ഡീലിംഗ് വിത്ത് ദ ക്യാപിറ്റൽ. സോ ഈ ക്യാപിറ്റൽ പറഞ്ഞ കാര്യം എന്താണ്, പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന വ്യക്തികൾ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. ദാറ്റ് എമൗണ്ട് ഇസ് റെഫർഡ് ടു ആസ് വാട്ട്, ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്ന കാര്യം മേ ബി അവർക്ക് ഈക്വൽ പ്രൊപ്പോർഷനിൽ കൊണ്ടുവരാം, അതല്ലെങ്കിൽ എന്താ അൺഈക്വൽ പ്രൊപ്പോർഷനിലും കൊണ്ടുവരാം അല്ലെ. ഇത് രണ്ടും ആരുടെ ഡിസിഷൻ ആണ്? യെസ്, പാർട്ട്നേഴ്സിന്റെ തീരുമാനമാണ്. സോ ഈ വ്യൂ പോയിന്റിൽ നമുക്ക് ഇനി കുറെ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ നോക്കാണ്ട്. So here, let's listen to what Sreekanth has to say regarding the accounting perspective. Exactly. So ഈ ക്യാപിറ്റൽ മെയിൻറ്റെനൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമുക്ക് രണ്ട് രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്പർ 1 ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് നമ്പർ 2 ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അക്കൗണ്ട്സ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ, ഈവൻ അക്കൗണ്ട്സിന്റെ ബേസിക് നോളേജ് അറിയണം എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് വി വിൽ മെയിൻറ്റെയിൻ 2 അക്കൗണ്ട്സ്. നമ്പർ 1 ക്യാപിറ്റൽ അക്കൗണ്ട്, നമ്പർ 2 കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടില് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ കറണ്ട് അക്കൗണ്ടിലോ ക്യാപിറ്റൽ മാത്രമല്ലല്ലോ ഒരു ഫേമിൽ ഉണ്ടാവുക, റെമ്യൂണറേഷൻ, അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കറണ്ട് അക്കൗണ്ടിൽ കാണിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ നമ്പർ 2 മെത്തേഡ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കാണിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് അതർ റെമ്യൂണറേഷൻ ലൈക്ക് എന്തൊക്കെയാ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എക്സാക്ട്ലി, ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ കോൺസെപ്റ്റ്? ഈ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ മുകളിൽ ഇവർക്ക് എന്തും കൂടെ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. എക്സാക്ട്ലി, ഇൻട്രസ്റ്റും കൂടെ എടുത്തിട്ട് പോകാനുള്ള അവകാശമുണ്ട്. സോ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് കൊടുക്കുക, അതിന് ചില റൂൾസ് ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. എങ്ങാനും ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് തന്നിരിക്കണമെങ്കിൽ വി ഷുഡ് ബി വെൽ അവെയർ
നമ്മൾ ആ ക്ലോസിംഗ് ക്യാപിറ്റലിനെ ഓപ്പണിംഗ് ക്യാപിറ്റലാക്കി മാറ്റണം, എന്നിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ലേ. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രി ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് മാത്രമല്ല, പിന്നെ അതേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിലെ അടുത്ത കാര്യമാണ് ഡ്രോയിങ്സ്. ആൻഡ് വൺ മോർ തിങ് ടു ബി ആഡഡ് ഓൺ ദിസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വ്യൂ പോയിന്റ്. ഏത് വ്യൂ പോയിന്റിൽ? ലോന്റെ വ്യൂ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴാണ് കൊടുക്കുക? ലാഭം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെ? സോ ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ള അധികാരം നിയമപ്രകാരം വരുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ്. എന്ത് ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? യെസ്, ഏതൊരു വ്യക്തി ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു, അയാൾക്ക് അയാളുടേതായ കുറച്ച് പേഴ്സണൽ എക്സ്പെൻസസ് കാണും, അല്ലെ? അപ്പൊ ആ പേഴ്സണൽ എക്സ്പെൻസസ് അയാൾ സ്ഥാപനത്തിൽ നിന്നും വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, ദാറ്റ് ഇസ് റെഫർ ടു as വാട്ട്? ഡ്രോയിങ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ അത് എങ്ങനെ നമുക്ക് അക്കൗണ്ടിംഗ് വ്യൂ പോയിന്റിൽ നോക്കാം. യെസ്, ഈ ഡ്രോയിങ്സ് അക്കൗണ്ടിംഗിന്റെ പെർസ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ there are two types of drawings. രണ്ട് തരം ഡ്രോയിങ്സ് ആണ് ഉള്ളത്, വിച്ച് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. ഈ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ പൊതുവെ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, എന്താ ജേർണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റലിനല്ലേ വരിക. അപ്പോൾ ക്യാപിറ്റൽ നിന്നാണ് എമൗണ്ട് എടുത്തുകൊണ്ട് പോകണതെങ്കിൽ ഡ്രോയിങ്സ് എന്നല്ല നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറയുന്നത്, പകരം ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാ പറയുക. ഇനി അതല്ല, ഡ്രോയിങ്സ് ലാഭത്തിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ അതാണ് നമ്മുടെ അക്കൗണ്ടിംഗ് പെർസ്പെക്ടീവില് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ടേം വിൽ ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ എമൗണ്ട് വിഡ്രോൺ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെ ക്യാപിറ്റൽ നിന്നാണ് എമൗണ്ട് എടുത്തുകൊണ്ട് പോകണതെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി പാർട്ട്നേഴ്സിന്. അഥവാ ലാഭത്തിൽ നിന്നാണ് അവര് എമൗണ്ട് എടുത്തുകൊണ്ട് പോകണതെങ്കിലോ, അപ്പൊ നമ്മൾ നമ്മുടെ ഫേം പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചാർജ് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യും. അപ്പൊ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം അല്ലേ. അപ്പൊ അതിനെന്താ ജേർണൽ എൻട്രി വരിക? Obviously, drawings account debit to interest on drawing. Now, this is the viewpoint on drawings from accounts perspective. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കിയാലോ? That is regarding advances. അപ്പൊ അഡ്വാൻസ് പറഞ്ഞ സംഗതി എന്താണ്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നാ നമ്മൾ ജനറലി പറയുക. അപ്പൊ ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? അതായത് ഒരു വ്യക്തി അയാൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെ? അഡ്വാൻസ് എന്നൊരു അമൗണ്ട് സ്ഥാപനത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇയാൾ കൊടുക്കുന്നത്? പുറത്തുനിന്ന് കടം വാങ്ങിച്ചാൽ പോരെ? അല്ല, ഇയാൾ പുറത്തുനിന്ന് കടം വാങ്ങിക്കുന്ന പകരം എന്താ ചെയ്യുന്നത്? വൺ ഓഫ് ദ പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിക്കുക. എന്തുകൊണ്ടാണ് പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിക്കുന്നത്? ലോൺ ആയിട്ട് എടുത്താൽ എന്താ പ്രശ്നം? വെരി സിമ്പിൾ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ്. അതായത് ലോൺ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ ബാങ്ക് ചാർജ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു പാർട്ണർ ആണ് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ റേഡ്യൂസ്ഡ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. സോ ഇത് ആർക്കാ ലാഭം? എക്സാക്ട്ലി, സ്ഥാപനത്തിൽ ലാഭം അല്ലെ. ഇത് ആര് ക്യാപിറ്റലൈസ് ചെയ്യും? നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യും. സോ പുറമേ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നതിന് പകരം ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നത്? വൺ ഓഫ് ദ പാർട്ട്ണർ ആണ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഒരു പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും എന്തെന്നെയാണ്? സ്ഥാപനത്തിലെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇസ് ഓൾസോ വാട്ട്? എ ലോൺ അല്ലെ. അപ്പൊ ആ ഒരു ലോണില് നിർബന്ധമായിട്ടും ലോണിന്റെ വ്യൂ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6% പലിശ കൊടുക്കണം. ഓക്കെ, 6% ഓഫ് ഇൻട്രസ്റ്റ് കമ്പൽസറി ആയിട്ട് കൊടുക്കണം. ഇത് ഡീഡിന്റെ അകത്ത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും, ബിക്കോസ് വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് വൺ ഓഫ് ദി എക്സ്പെൻസ് ഫോർ ദ ഫേം. ബിക്കോസ് പുറമേ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് കൊടുക്കണ്ടേ? അപ്പൊ അതിന് പകരം ഇവിടെ എന്താ ചെറിയൊരു എമൗണ്ടാണ് കൊടുക്കുന്നത് അല്ലെ, വെറും ഒരു 6% പലിശ കൊടുക്കുന്നത്. അപ്പൊ ഇതെന്താ നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റൂ. സോ ഇവിടെ എന്താ ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് കൊടുത്തേ പറ്റൂ. നൗ ലെറ്റ്സ് ചെക്ക് ദി അക്കൗണ്ടിംഗ് വ്യൂ പോയിന്റ്. സൂപ്പർ. ഇതേ തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അതായത് പാർട്ട്നേഴ്സ് നമ്മുടെ എമർജൻസി സിറ്റുവേഷനിൽ ലോൺ തന്ന് സഹായിക്കുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി അവർക്ക്, നമ്മൾ എന്ന് പറയുന്നത് ഫേം obviously should provide 6% interest by default even if it is not mentioned in the partnership deed. And one more point to be added, മാം പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അങ്ങനെയല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ഒരു ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഫേമിന് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തേ പറ്റൂ നിർബന്ധമായിട്ടും. സോ അങ്ങനെ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് എന്ത് ജേർണൽ എൻട്രിയാ വരിക? ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് അല്ലേ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ ബൈ പാർട്ട്ണർ. ആൻഡ് വൺ മോർ തിങ്, ഇതിൽ ഇൻ കേസ് റോൾ റിവേഴ്സൽ ആയാലോ? വാട്ട് ഇഫ് പാർട്ട്ണറുടെ കഷ്ടകാലത്തിന്
ഈ ഫേം ആണ് ലോൺ കൊടുത്ത് സഹായിക്കുന്നതെങ്കിലോ അതിന് പാർട്ട്ണർ ഒരിക്കലും നമുക്ക് ഇൻട്രസ്റ്റ് തരേണ്ട ആവശ്യമില്ല. എഗ്രിമെന്റ് ഇല്ലെങ്കിൽ ഒട്ടും നമ്മുടെ പാർട്ട്ണർ ആർക്ക് ഇൻട്രസ്റ്റ് തരേണ്ട ആവശ്യമില്ല, ഫേമിന് ഇൻട്രസ്റ്റ് തരേണ്ട ആവശ്യമില്ല. ടു സം അപ്പ്, അതായത് എമർജൻസി സിറ്റുവേഷനിൽ പാർട്ട്ണർ ഫേമിന് ലോൺ തന്നതിന് മാത്രമേ ഇൻട്രസ്റ്റ് 6% കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഫേം പാർട്ട്ണർക്ക് ലോൺ കൊടുത്ത് സഹായിച്ചതിന് പാർട്ട്ണർ ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് തരേണ്ട ആവശ്യമില്ല. സപ്പോസ് ഡീഡില് 8%, 6ന് പകരം 8 എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിലോ യെസ്, അവിടെ നമ്മൾ 8% കൊടുക്കണം. സപ്പോസ് ഡീഡ് ടോട്ടലി സൈലന്റ് ആണില്ല, അപ്പോഴാണ് ഈ 6% കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ടേക്ക് ദ നെക്സ്റ്റ് പോയിന്റ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് അഡ്മിഷൻ, രണ്ടാമത്തത് റിട്ടയർമെന്റ്, 3 ഡെത്ത്, 4 എക്സ്പൾഷൻ ഓഫ് എ പാർട്ട്ണർ. സോ ഈ ഒരു കോൺസെപ്റ്റുകളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പ്രൈമറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആയ അഡ്മിഷന്റെ അവസ്ഥ എന്താണ്? Admission പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? യെസ്, when a new partner is being admitted into a partnership firm, it is referred to as what? Admission of a partner. അപ്പൊ ഈ അഡ്മിഷന്റെ കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത്? ഈ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ട്നേഴ്സും, ഓക്കെ, സപ്പോസ് 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 5 പാർട്ട്നേഴ്സും യുനാനിമസ്ലി എനിക്ക് ഒരു പാർട്ട്ണറെ കൊണ്ടുവരുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല എന്ന് അവർ ഒറ്റ സ്വരത്തിൽ യുനാനിമസ്ലി അവർ പറഞ്ഞാൽ മാത്രമാണ് എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ക്യാൻ ബി ഡൺ. ഓക്കെ, അതല്ല ഇവിടെ മെജോറിറ്റി ഓഫ് ദ പാർട്ട്ണർ എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ല. All the partners should be okay with the admission of a new partner into a partnership concept. സോ ഇവർ ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടീസ് എന്ന് പറയുന്ന സാധനം കമ്പൽസറി ആണ്. അതായത് ഒരു പുതിയൊരു പാർട്ട്ണറെ നമ്മൾ ഫേമിന്റെ അകത്ത് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 6 മാസം മുമ്പേ കമ്പൽസറി ആയിട്ട് ഒരു നോട്ടീസ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ആർക്ക്? പബ്ലിക്കിലേക്ക്. ഓക്കെ, എന്ത് പറഞ്ഞിട്ട് ഇന്നൊരു പാർട്ട്ണറെ നമ്മൾ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിന്റെ law viewpoint. Now let's check what is the accounting viewpoint, which have a long and wider concept. That's really interesting. Now admission. ഈ അഡ്മിഷൻ വരുന്ന സമയത്ത് ഇത്ര നാൾ അവിടെ 2 പാർട്ട്നേഴ്സേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 പാർട്ട്നേഴ്സ്. ഇനി മുതൽ അവിടെ ഒരാൾ വരികയല്ലേ, അപ്പൊ എഗ്രിമെന്റ് മാറ്റണ്ടേ? അതിന് നമ്മൾ എന്താ പറയുക? റീകോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇത്ര നാൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ ഒരു എക്സ്ട്രാ ഒരാളും കൂടി വരികയാണെങ്കിൽ അവിടുത്തെ ആംബിയൻസേ മാറില്ലേ? എക്സാക്ട്ലി ദ സെയിം തിങ് ഹാപ്പൻസ് ടു എ ഫേം ഓൾസോ. ഈ പുതിയ ആൾ ഉള്ളിലോട്ട് വരുമ്പോ അയാൾ 2 അവകാശങ്ങൾ കൊണ്ടാ വരിക. അതെന്താണെന്ന് അറിയണ്ടേ? റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫേം ആൻഡ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം. ആൻഡ് റൈറ്റ് ടു ഷെയർ അസറ്റ് ഓഫ് ദ ഫേം ആൻഡ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം. ഇങ്ങനെ 2 അവകാശങ്ങളുമായിട്ടാണ് പുതിയ ആൾ ഉള്ളിലോട്ട് കടന്നു വരിക. ഈ 2 അവകാശങ്ങൾ ആ പുതിയ ആൾക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹവും 2 കാര്യങ്ങൾ കൊണ്ടുവരണം. നമ്പർ 1 obviously capital and number 2 goodwill. ഈ ഗുഡ്വിൽ എന്തിനാ കൊണ്ടുവരുന്നത്? ഇത്രയും നാളും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഫേമിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ ഉള്ളിൽ കയറി വന്നിട്ട് ആ ഫേമിന്റെ എല്ലാ ലാഭത്തിലും പങ്കെടുക്കുന്നു. ഇത് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഇഷ്ടാവോ? ഒരിക്കലും ഇല്ല. സോ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദാറ്റ് ദിസ് ന്യൂ പാർട്ട്ണർ ഷുഡ് ബ്രിങ് സം എമൗണ്ട്. അത് ക്യാഷ് ആവാം അല്ലെങ്കിൽ അസറ്റ് ആവാം, ഗുഡ്വിൽ കൊണ്ടുവരണം. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ മേജർ ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്ക് സ്വന്തമുള്ളതാ? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് സ്വന്തമുള്ളതാണ്. പുതിയ ആൾ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ഈ ഉള്ളിലോട്ട് വരുന്ന ആൾ കാരണം ആരാണോ ത്യാഗം സഹിക്കുന്നത്, ആരാണോ സാക്രിഫൈസ് ആവണത്, അയാൾക്കുള്ളതാണ് ഈ ഗുഡ്വിൽ. അപ്പൊ ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്കാ സ്വന്തം? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. ആ കൊണ്ടുവരുന്ന ഗുഡ്വിലിനെ ഈ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് എങ്ങനെയാ എടുക്കുക? സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് സാക്രിഫൈസിങ് റേഷ്യോ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ആൻഡ് ഈ ഗുഡ്വിലിന് ഒരുപാട് ജേർണൽ എൻട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ക്യാൻ ഐ ടെൽ യു വൺ തിങ്? ഇത് ഈസി ആയിട്ടും നമുക്ക് പഠിക്കാം. ഈ ഉള്ളിലോട്ട് വരുന്ന ആളാണ് ആക്ച്വലി ഗെയിൻ ആവണത്. ഇയാൾ വരുന്ന കാരണം കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് സാക്രിഫൈസ് വരാതിരിക്കില്ലല്ലോ. ഇതിന് വേണമെങ്കിൽ ഒറ്റ ജേർണൽ എൻട്രിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരാണോ ഗെയിൻ ആവണത്, ഗെയിൻ ആവണ ആള് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്ക് കോമ്പൻസേറ്റ് ചെയ്യും. ഇതന്നെയാണ് ബാക്കിയുള്ള കാര്യത്തിലും നമുക്ക് അപ്ലൈ ആവുക. So this is the accounting treatment regarding admission, especially goodwill bought in by the new partner. And what if പുതിയ ആൾ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ഓൾറെഡി ഫേമിന്റെ ഉള്ളിൽ ഒരു ഗുഡ്വിൽ ഉണ്ടെങ്കിലോ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. ആ ഗുഡ്വിൽ ആർക്ക് അവകാശമുള്ളതാ? അത് ഓൾഡ് പാർട്ട്നേഴ്സ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ് ഇൻ ഓൾഡ് റേഷ്യോ. ആൻഡ് വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി ഫോർ റൈറ്റിംഗ് ഓഫ് ഓൾഡ് ഗുഡ്വിൽ? ഗുഡ്വിൽ ഇസ് ആൻ അസറ്റ് അല്ലേ? അസറ്റിനെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അസറ്റിനെ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. പൊതുവെ അസറ്റിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ ഉണ്ടാവുക? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, യു ഹേർഡ് മീ റൈറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഓൾ പാർട്ട്നേഴ്സ്, it is old partners capital account debit to goodwill account. So that's all regarding the treatment of
ഗുഡ് വിൽ. ഇനി ഇതിൽ കുറച്ചൊരു ഫൺ എലമെന്റ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോ നമ്മൾ കിഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഈവൺ ഇപ്പോഴും ചെയ്യാറുണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് ഒരു കിഡ് വരികയാണ് അല്ലെങ്കിൽ ഒരു കുട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലുള്ള ചോക്ലേറ്റ്സ് ആ കുട്ടി വരുന്നതിന് മുന്നേ തന്നെ ബ്രദറോ സിസ്റ്ററോ വേഗം എടുത്ത് കഴിക്കില്ലേ? എക്സാക്ട്ലി ദ സെയിം തിങ്. അതേപോലെ തന്നെയാണ് അഡ്മിഷനിലും. പുതിയ ആൾ ഉള്ളിലോട്ട് വന്നിട്ട് ഇനി മുതലുള്ള എല്ലാ കാര്യത്തിലും അയാൾക്ക് പങ്കുണ്ട്. അപ്പൊ അതിനു മുന്നേ ഈ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? ഓൾറെഡി ഉള്ള അസറ്റും ഓൾറെഡി ഉള്ള ലയബിലിറ്റിനും ഒക്കെ റീവാല്യൂ ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭനഷ്ടം വേഗം വീതിച്ചെടുത്തു കൊടുക്കും. ഇനി മുതലുള്ള അസറ്റിന്റെയും ലയബിലിറ്റിന്റെയും വാല്യൂ മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുള്ളൂ. സോ ഫോർ ദാറ്റ് പർപ്പസ് വി നീഡ് ടു പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. സോ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പെർസ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നമ്മൾ വരയ്ക്കേണ്ട അക്കൗണ്ടുകൾ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് അഡ്മിഷൻ. അപ്പോ റിട്ടയർമെന്റിന്റെ കാര്യത്തിലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാരുള്ള സ്ഥാനത്ത് ഒരാള് റിട്ടയർ ആയി പോവാണ്. അങ്ങനെ റിട്ടയർ ആയി പോകുമ്പോ നമുക്ക് സന്തോഷമല്ലേ? കാരണം എന്താ? ഇനി മുതൽ അയാളുടെ ലാഭവും നമുക്ക് കിട്ടി നമ്മുടെ പോക്കറ്റില്. അപ്പൊ ഓബിയസ്ലി റിമൈനിങ് പാർട്ട്നേഴ്സ് ആർ ഭൂരിപക്ഷവും ഗെയിനിങ് തന്നെ ആയിരിക്കും. അപ്പൊ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണറിൽ നമ്മൾ പഠിക്കുന്ന റേഷ്യോ ഏതാണ്? ഗെയിനിങ് റേഷ്യോ. അഡ്മിഷനിൽ സാക്രിഫൈസിംഗ് റേഷ്യോ, റിട്ടയർമെന്റിൽ ഗെയിനിങ് റേഷ്യോ. ആൻഡ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ ഇസ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ആൻഡ് യു നോ വാട്ട്? അഡ്മിഷൻ വൃത്തിക്ക് പഠിച്ചാൽ തന്നെ റിട്ടയർമെന്റിന്റെ അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ വിൽ ബി വേ മോർ സിംപ്ലർ. കാരണം അഡ്മിഷനിൽ ഉണ്ടാക്കുന്ന റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതെല്ലാം റെപ്ലിക്കേറ്റ് ആവും. എവിടെ? റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണറിൽ. പക്ഷേ ദ ഓൺലി തിങ് ഇസ് ഇത്രയും നാളും 3 ആൾക്കാർ ഉണ്ടായിരുന്നില്ലേ? ആൻഡ് ഒരാൾ റിട്ടയർ ആയി പോവല്ലേ ചെയ്യണത്. അപ്പൊ പോകുമ്പോ വെറും കൈവീശി കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാൾക്ക് അവകാശമായിട്ടുള്ള എമൗണ്ട് കൊടുത്തു വിടണ്ടേ? ഇനി അങ്ങനെ കൊടുത്തു വിടുകയാണെങ്കിൽ തന്നെ അയാൾക്ക് ഇപ്പൊ ഒരു 5 lakh റുപ്പിയോ 6 lakh റുപ്പിയോ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് ലിക്വിഡ് ആയിട്ട് ഒരു ഫേമിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് കാണുമോ? നെവർ. അപ്പോ നമ്മുടെ അക്കൗണ്ടിംഗ് പെർസ്പെക്ടീവില്, അക്കാഡമിക് പെർസ്പെക്ടീവില് അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് ബൈ ഡീഫോൾട്ട് ആയിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതേ സംഭവം ഡെത്തിലാണെങ്കിലോ അവിടെ ഒരാൾ ഇല്ല, അയാൾക്ക് നമുക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ എമൗണ്ട് ആർക്ക് കൊടുക്കും? ഓബിയസ്ലി നോമിനി അല്ലെ, റെപ്രസെന്റേറ്റീവ്. അപ്പോ അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ടിനെ അയാളുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒരു ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആൻഡ് റിട്ടയർമെന്റ് ആയിക്കോട്ടെ ഡെത്ത് ആയിക്കോട്ടെ ഇതിൽ രണ്ടിലും ഗെയിനിങ് റേഷ്യോ തന്നെയാണ്. ക്യാഷ് ആണ്, ഒരാൾ ഇല്ലാതാവുകയാണ്. സോ അയാളുടെ ലാഭം കൂടി ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഏറ്റെടുക്കാവുന്നതാണ്. സോ സ്വാഭാവികമായിട്ട് അവിടെ ഗെയിനിങ് ആവുന്നു. ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഇൻ കേസ് ഓഫ് റിട്ടയർമെന്റ് ആൻഡ് ഇൻ കേസ് ഓഫ് ഡെത്ത്. ആൻഡ് ഇറ്റ് ഇസ് സെയിം ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് to retiring partners capital account. And what is the journal entry in case of death? Gaining partners capital account debit to deceased partners capital account. ഇതാണ് ഗുഡ്വില്ലിന്റെ journal entry. Exactly. Thank you, Sreekanth. Now let's check what is the law viewpoint. ലോന്റെ വ്യൂ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിട്ടയർമെന്റ് ആയി പോകുന്നുണ്ടല്ലോ, നമ്മൾ അഡ്മിഷന്റെ കേസിൽ എന്താ പറഞ്ഞ എല്ലാ പാർട്ട്നേഴ്സിനെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ റിട്ടയർമെന്റിന്റെ കേസ് എങ്ങനെയാ? മെജോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഓക്കെ, മെജോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഇന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, റിട്ടയർ ആയി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ നാളെ മുതൽ വരില്ല കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെയും കമ്പൽസറി ആയിട്ട് ദ സെയിം കോൺസെപ്റ്റ് ഇസ് റെപ്ലിക്കേറ്റിംഗ്. എന്താണ്? യെസ്, 6 മാസം മുമ്പേ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, 6 മാസം നോട്ടീസ് മുമ്പേ കൊടുത്തിട്ട് ഞാൻ ഇന്ന ദിവസം മുതൽ ഈ സ്ഥാപനത്തിനകത്ത് പണിയെടുക്കില്ല എന്ന കാര്യം നമ്മൾ മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ? യെസ്, നമുക്ക് റിട്ടയർ ആയി വരാനുള്ള ഓപ്ഷൻ ഉള്ളൂ. സോ ഈ നോട്ടീസ് മാത്രം കൊടുത്താൽ മതിയോ? യെസ്, നോട്ടീസ് മാത്രം കൊടുത്തിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തിങ്സ് ആർ പെർഫെക്റ്റ്. ഇനി സപ്പോസ് ഇയാളുടെ ക്യാപിറ്റൽ നമ്മൾ ഫേമിൽ തന്നെ നിൽക്കുകയാണ്, കുറച്ച് ദിവസം അങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? യെസ്, ശ്രീകാന്ത് സാർ പറഞ്ഞ പോലെ ഇത് നമ്മൾ ലോൺ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഈ ലോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 6 months ഈ ഒരു എമൗണ്ട് സ്ഥാപനത്തിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് 6% പലിശയും കമ്പൽസറി ആയിട്ട് കൊടുത്തേ പറ്റൂ. ഇതാണ് ഇന്ന് നിയമത്തിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ കുറെ നേരം നോട്ടീസ് എന്ന് പറയുന്നുണ്ട്. ഈ നോട്ടീസ് എവിടെയാ കൊടുക്കേണ്ടത്? എക്സാക്ട്ലി ഇൻ എ വെർനാക്കുലർ ന്യൂസ് പേപ്പർ. എന്ത് വെർനാക്കുലർ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ലോക്കൽ ന്യൂസ് പേപ്പർ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ലോക്കൽ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ആ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങി വരാനുള്ള ഓപ്ഷൻ ഉള്ളൂ. So these are the details relating to retirement of a partner. ഇനി ഡെത്തിന്റെ കേസ് എങ്ങനെയാ? ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാളുടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മൾ ഈ പറയുന്ന നിയമത്തിന്റെ വശം എന്താണ്? അപ്പോ അവിടെ നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
ഇല്ല. നോട്ടീസ് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, 6 months prior to notice അല്ലെ, 6 മാസം മുൻകൂട്ടി നമ്മൾ നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ 6 മാസം കഴിഞ്ഞ് തട്ടിപ്പോകും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ എന്താ, നോട്ടീസ് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഇന്റിമേഷൻ ടു ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോട്ടീസ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മളിവിടെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതാണ് എന്ത്, ഡെത്തിന്റെ കേസിൽ. ആൻഡ് ഈ ഡെത്തിന്റെ വ്യൂ പോയിന്റ് എന്താന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാ അക്കൗണ്ടിങ് വ്യൂ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് ആയ എക്സ്പൾഷൻ ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ അങ്ങനെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോന്ന് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. അവിടെ എന്ത് കമ്പൽസറിയാ? യെസ്, 6 മാസം മുമ്പേ പ്രയർ ടു നോട്ടീസ് കൊടുക്കാതെ ഒരു പാർട്ട്ണർ ഇറങ്ങിപ്പോയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം ചുമ്മാ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഫേം എന്ന് പറയാൻ പറ്റുമോ? അപ്പോഴും ഇല്ല. ആ പാർട്ട്ണർ ഷുഡ് ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. അതായത് അയാൾക്ക് അയാളുടെ സൈഡിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ആര് കേട്ടേ പറ്റൂ? സ്ഥാപനം കേട്ടേ പറ്റൂ. അതായത് ആരാണ്? റെസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഇത് കേട്ടേ പറ്റൂ. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവിടെ എന്താ സംഭവിക്കുക, എക്സ്പൾഷൻ ഓഫ് എ പാർട്ട്ണർ വിൽ ഹാപ്പൻ. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പൾഷന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതല്ലാതെ അടുത്ത ഒരു മേജർ പോയിന്റ് എന്താന്ന് വെച്ചാൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്ണർ അല്ലെ. നമ്മൾ എവിടുന്ന് തുടങ്ങിയത്? പാർട്ട്ണർഷിപ്പിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് അല്ലെ. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അകത്ത് വരുന്ന അടുത്ത മേജർ കണ്ടന്റ് ആണ് എന്ത്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്ണർ. ഇത് ആരാ ഡിസൈഡ് ചെയ്യുക? എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് എടുത്ത് വെക്കുക അല്ലെ. ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം സപ്പോസ് ഇവർക്ക് വീണ്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴാണ് ഇവർ ഏതിനെ റെഫർ ചെയ്യുക? നമ്മുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 റെഫർ ചെയ്തിട്ട് അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് എല്ലാവരും മാറ്റിയെടുക്കും. Wow, that's lot of common facts covering accounts point of view and law perspective. ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഇനി നമുക്ക് പഠിക്കാം. Until then, it is accounts faculty Sreekanth and law faculty Shobha signing off. Thank you.